ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് ഒരു സിസ്ലിംഗ് ബ്രൗണി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതേപോലെ നല്ല ഈസിയുമാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷനൊക്കെ മുമ്പ് ഒരു 2 ദിവസം അല്ലെ 3 ദിവസം മുമ്പ് തന്നെ നമുക്ക് ഈ ബ്രൗണിയും ഇതിന്റെ സിറപ്പും ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ ആ ഒരു സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്താൽ മാത്രം മതി. നല്ല ഈസിയുമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഈ ചോക്ലേറ്റ് വെച്ച പാത്രം ഇറക്കി വെക്കാം. അതായത് നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ച പാത്രം താഴെ ഇരിക്കുന്ന പാത്രത്തിന്റെ ഉള്ളിൽ ഇറക്കി വെക്കണം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒരു മീഡിയം ലോയിലേക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാൻ പാടില്ല. ചോക്ലേറ്റ് ഒരു മാതിരി അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇത്. അതായത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റും ബട്ടറും എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റ് ആയി നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതായത് ഭയങ്കരമായിട്ട് തണുക്കേണ്ട, ഒരു റൂം ടെമ്പറേച്ചറിലായാൽ മതി കേട്ടോ. ഇതായിപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നല്ല റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ടകൾ ചേർക്കണം. അത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നമുക്ക് ഈ മുട്ടയും ഈ ബട്ടറും ചോക്ലേറ്റും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഒന്നും ആവശ്യമില്ല, കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിന് പകരം 1 കപ്പ് മൈദ ആയാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും പിന്നെ ഈ ചോക്ലേറ്റിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ബ്രൗണി എന്ന് പറയുന്നത് കേക്കിന്റെ കൂട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ അല്ല. അതുകൊണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് അരിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട കെട്ടാതെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പാറ്റുലയോ തടുത്തവയോ വെച്ചിട്ട് അതിന്റെ സൈഡിലുള്ളതെല്ലാം ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി, കണ്ടില്ലേ? ഞാനിവിടെ 7 ഇഞ്ചിന്റെ ഒരു സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ചിന്റെ ആയാലും മതി കേട്ടോ. സ്ക്വയർ ട്രേ ഇല്ലെങ്കിൽ അതിനുപോലെ റൗണ്ട് ട്രേ ആയാലും മതി. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ആ ബട്ടർ പേപ്പർ ഞാൻ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രൗണി ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പറും കുറച്ച് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും എൻ്റെ ബ്രൗണി നല്ല സൂപ്പറായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ ഇതാ ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പുറത്ത് കണ്ടില്ലേ, ഒരു ലെയർ പോലെ വന്നിട്ടില്ലേ, ഒരു ചുളുങ്ങിയ ലെയർ പോലെ. ഇതാണ് കറക്റ്റ് ഒരു ടെക്സ്ചർ ബ്രൗണിയുടേത്. ഇനി ഇത് ഈ പാനിൽ തന്നെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഈ ബ്രൗണി നമുക്ക് പാനിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. ഇപ്പം നമ്മുടെ ബ്രൗണി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ സിസ്ലർ ഉണ്ടാക്കാനായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ബ്രൗണി സാധാരണ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്.
നമ്മുടെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അകത്ത് കണ്ടില്ലേ ചെറിയൊരു ഗൂയി ടെക്സ്ചർ ഉണ്ട്, പുറത്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇതാണ് ബ്രൗണിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, വലിയ പാടൊന്നുമില്ല, നമുക്ക് വലിയ ബീറ്ററിന്റെയും വലിയ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ സിസ്ലർ ബ്രൗണിയിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ചതൊന്നുമല്ല, നോർമൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചൂടാക്കണം കേട്ടോ. ഇതൊന്ന് ഈ പഞ്ചസാരയും പാലും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/3 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഈ കൊക്കോ പൗഡർ അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മിൽക്കും കൊക്കോ പൗഡറും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. ഇതായിപ്പം നന്നായിട്ട് തിളച്ച് ഇതൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 ഗ്രാമോളം വരുന്ന ഒരു ചോക്ലേറ്റ് പീസാണ്. ഇത് ഓപ്ഷണൽ ആണ്, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തുന്നല്ലോ കേട്ടോ. ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിന് പകരം. ഇനി നമുക്ക് നമ്മുടെ സിസ്ലർ പ്ലേറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പുക വരുന്ന പോലെ ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ സിസ്ലർ പ്ലേറ്റ് ഇല്ലെങ്കിലും നമ്മുടെ നോർമൽ ഒരു തവ എടുത്താലും മതി കേട്ടോ. ഇതിന് പകരം നോൺ സ്റ്റിക്കിന്റെയോ കാസ്റ്റ് അയണിന്റെയോ എന്തെങ്കിലും തവ യൂസ് ചെയ്യാം. നമ്മുടെ സിസ്ലർ പ്ലേറ്റ് നന്നായിട്ട് ചൂടായി പുകയൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വുഡൻ ബേസിലേക്ക് ഈ സിസ്ലർ പ്ലേറ്റ് എടുത്ത് വെക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുക്കീസോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഈ ബ്രൗണി തന്നെ കുറച്ച് പൊടിച്ചതിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ബ്രൗണി പീസ് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കരിയാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂടല്ല ഈ പ്ലേറ്റ്. ഇനി ഈ ബ്രൗണിയുടെ പീസ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചോക്ലേറ്റ് സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഐസ്ക്രീമും കൂടി വെക്കാം. ഐസ്ക്രീമും കൂടി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത ചോക്ലേറ്റ് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ടോപ്പിംഗ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റിന്റെ ചോക്ലേറ്റ് ചിപ്സ് വെക്കുന്നുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിസ്ലിംഗ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.